ഇഷാസ് മെമ്മറൈസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസാണ്. വരൂ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഇതിലോട്ട് 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് 1 സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇവിടെ ഉള്ളി ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറണം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് അടി പിടിച്ച് പോവും. ഇവിടെ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 കപ്പാണ് വെള്ളം എടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ നിറച്ച് അരി എടുക്കുകയാണ്. ഇനി അരി നന്നായി കഴുകിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരി ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അങ്ങനെ ആകുമ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, അരി വേറിട്ട് തന്നെ കിടന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരി ഒന്ന് ക്രിസ്പി ആവും. ഒന്ന് കടിച്ചാൽ ഒന്ന് പൊട്ടണ വിധത്തിലാവണ വരെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ 1.5 ഗ്ലാസ് കറക്റ്റായിരുന്നു. നിങ്ങളുടെ അരിയുടെ വ്യത്യാസം എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവും. എൻ്റെ ഇവിടെ ഈ അരിയുടെ പേര് റോസ് അരി എന്നാണ്. ഈ അരിയുടെ അളവാണ്, വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. ഇതിപ്പോൾ എൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വയ്ക്കുകയാണ്. ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതാ ഇവിടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അരിയൊന്നും പരസ്പരം ഒട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 5 മിനിറ്റിൽ തന്നെ പണി കഴിയും. പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂ മുന്തിരി നെയ്യിൽ വഴറ്റി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് കാഷ്യൂ മുന്തിരിയും ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചോറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ടൈമൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗീ റൈസാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.